ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ ചായ വെക്കുന്നതും കുടിക്കുന്നതൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മൾ ചായയൊക്കെ ഒന്ന് ആറ്റി നന്നായി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കൊണ്ട് ഉമ്മർത്ത് വരുന്നിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താ പറഞ്ഞാൽ നമുക്ക് ബിസ്ക്കറ്റ് കൂടി ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും വാങ്ങുന്ന അതേ ബിസ്ക്കറ്റ് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റും ചായയും കൂടെയാണ് കേട്ടോ നമ്മളിന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെല്ലെയാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നു. 5:30 എണീറ്റു. പക്ഷേ നമുക്ക് എന്താ പറയുക, യൂട്യൂബിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്ത് കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരെ നന്നായി വെളുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് മെല്ലെ നമ്മുടെ പണികൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ചായയെല്ലാം കൂടി കഴിഞ്ഞ് വന്നതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് കൂട്ടാൻ വയ്ക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ കുറച്ച് മുരിങ്ങക്കായ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ കുഞ്ഞു കുഞ്ഞു വഴുതിരിങ്ങ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വഴുതിരിങ്ങ വെച്ച് വേറൊരു കറി വെക്കാൻ പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ അതൊന്നും വെക്കുന്നില്ല. അപ്പോൾ വേറൊരു കറിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ആ ഒരു വഴുതിരിങ്ങ എടുത്തു. പിന്നെ നമ്മൾ മുരിങ്ങക്കായ് സാധാരണ അരിയും പോലെ അരിഞ്ഞിട്ട് നടിക കൂടി ഒന്ന് കീറിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് നന്നായി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ അതെല്ലാം അരിഞ്ഞു. അതുപോലെ നമ്മുടെ കുഞ്ഞു വഴുതിരിങ്ങ ആയ കാരണം ഒരു വഴുതിരിങ്ങ 2ആയി കീറിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, വഴുതിരിങ്ങ, അതുപോലെ നമ്മുടെ മുരിങ്ങക്കായ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വലിയുള്ളി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി തന്നെ വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാ തക്കാളി തന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കുറച്ചൊന്ന് വഴണ്ടി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ വെന്ത് വരുമ്പോൾ നമ്മുടെ തക്കാളി നന്നായി തന്നെ വെന്ത് ഉടഞ്ഞോളും. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറി എല്ലാം ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതോടെ വേവം വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഉമ്മർത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് വെള്ളം കുടിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം കണ്ടോ ഇതിലൊക്കെ അങ്ങനെ തൂങ്ങി പിടിച്ച് കളിക്കുകയാണ് കേട്ടോ പണി. അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് മിറ്റോടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പശുവിൻ്റെ സൈക്കിൾ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ വേഗം തന്നെ നമ്മൾ മിറ്റോടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം വന്ന് നോക്കുമ്പോഴേക്കും തന്നെ ഏകദേശമൊക്കെ നമ്മുടെ കൂട്ടാൻ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ചീനച്ചട്ടി ആയ കാരണം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ ഞാനത് വേറെ നമ്മുടെ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഈ അടുപ്പിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് പുളിയാണ് കേട്ടോ നമ്മൾ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള പുളിപ്പ് ഇരുന്നോട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ പുളിയെല്ലാം അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ നേരം കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഉപ്പേരി നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുരുമുളക്, ഒരു 1/2 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ പെരിഞ്ചീരകം നന്നായി തന്നെ പൊടിച്ചുകൊണ്ട് വന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളുത്തുള്ളി കേട്ടോ, ഒരു 5-6 അല്ലിയുണ്ട് കേട്ടോ, അതുകൂടെ ചേർത്ത് നന്നായി ചതച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഈ പുളിവെള്ളത്തിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള കായം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വെക്കുന്നത് കായപ്പുളിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഉപ്പേരിയുടെ കൂടെ നമ്മുടെ കായപ്പുളി ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കായമെല്ലാം ചേർത്ത് നന്നായി തന്നെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഒരു തുണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് മാറ്റിയതിന് ശേഷം നമ്മളിതൊന്ന് കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ചീനിച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ നമ്മൾ കടുകൊക്കെ ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം പുളി ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പാത്രത്തിൽ ചെയ്ത കാരണമാണ് കേട്ടോ ആദ്യം നമ്മുടെ കായപ്പുളി റെഡിയായതിന് ശേഷം നമ്മൾ കടുക് വറുത്ത് ചേർത്തത്. നമ്മൾ ചീനിച്ചട്ടിയിലാണെങ്കിൽ കടുക് വറുത്തിട്ട് പുളി ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ 2 ബീട്രൂട്ട് എടുത്തിട്ട് അരിഞ്ഞിട്ട് ഉപ്പേരി വെക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മുടെ അശ്വൻ ഈ ഉപ്പേരിയൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ നമ്മൾ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെന്താ പറഞ്ഞാൽ ഒരുപാട് വിസിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഒരുപാട് വിസിലായാൽ നമ്മുടെ എന്താ പറയുക ബീട്രൂട്ട് ആകെ കുഴഞ്ഞു പോകും. 2 വിസിലാകുമ്പോൾ പാകം പോലെ വെന്ത് വരും കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മുടെ വിസിലൊക്കെ അടിച്ച് ആവിയെല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ കടുക് വറുക്കും പോലെ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് കടുക് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി വെക്കുന്നത്. പിന്നെ നമ്മൾ ചോറെല്ലാം വാർത്തത് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കായപ്പുളിയും അതുപോലെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയും അതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ചോറെല്ലാം എടുത്തതിന് ശേഷം നമ്മുടെ അശ്വിനെ കഴിക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെ ഉമ്മറത്ത് പോയി ഇരുന്ന് അക്ഷയ് നമ്മുടെ ഒപ്പം കഴിക്കാനുണ്ട് കേട്ടോ. പിന്നെ അക്ഷയ്ക്ക് ഇന്നും ക്ലാസ് ഇല്ല കേട്ടോ. അവർക്ക് എക്സാം ആയ കാരണം ഇടയിലിടയിൽ ലീവായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് നേരത്തെ എണിക്കുന്നതിന് കുറച്ച് കുറഞ്ഞിട്ട് എണിക്കുന്നത്. എന്താ പറയുക, അക്ഷയ്ക്ക് പോകണ്ടല്ലോ, അപ്പോൾ ഒരുപാട് ധൃതി പിടിച്ച് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് വൈകിട്ട് നമ്മുടെ പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ വീഡിയോയുടെ കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുക്കിംഗ് പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത്. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ പിന്നെ രാവിലെ കഴിക്കാൻ എല്ലാവർക്കും ചോറ് തന്നെയാണ് കേട്ടോ. ഇന്നലെ റൈസൊക്കെ കഴിച്ച കാരണം ഇന്നേക്ക് രാവിലേക്ക് ചോറ് കൂടെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന. അങ്ങനെ നമ്മൾ അശ്വിനൊക്കെ ചോറാക്കി അതിന് ശേഷം പിന്നെ നമ്മൾ അശ്വിൻ പോകുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഉമ്മറത്ത് JCB വന്ന് കുഴിക്കുന്നുണ്ട്. പൈപ്പ് ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കുഴിച്ചെടുക്കുന്നത്. അപ്പോൾ അശ്വിന് ഇവിടുന്ന് വണ്ടി കയറിയിട്ട് പോകാൻ പറ്റില്ല, ഈ വണ്ടി നിൽക്കുന്ന കാരണം കേട്ടോ. അപ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് കയറാൻ വേണ്ടിയിട്ട് അവൻ നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വന്നിട്ടാണ് കേട്ടോ ഇത് കുഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അശ്വിനൊക്കെ സ്കൂളിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് വന്നിട്ട് ഞാനും ഏട്ടനും കൂടെ ഭക്ഷണം കഴിക്കണം കേട്ടോ. നമ്മുടെ ഈ JCBയുടെ സൗണ്ട് ഭയങ്കരമാണല്ലോ. അപ്പോൾ അത് ഈ കുടിക്കലും കൂടെ ആകുമ്പോൾ ഒരുപാട് സൗണ്ടായിരുന്നു കേട്ടോ. ഈ സൗണ്ട് കേട്ട് നമ്മുടെ പാഞ്ചു ഭയങ്കരമായി പേടിച്ചിട്ട് നമ്മുടെ അടുക്കള വശത്തൊക്കെ പോയി നിൽക്കുക, എന്താ പറയുക മതിലിൻ്റെ മേലെ കയറി നിൽക്കുക പേടിച്ചിട്ട് കേട്ടോ. കുട്ടികൾക്ക് പിന്നെ പ്രത്യേകിച്ച് അറിയാറായിട്ടില്ല തോന്നുന്നു. അവർ ഫ്രണ്ടിലിരുന്നിട്ട് നമ്മൾ ചോറ് കൊടുത്തപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാഞ്ചു പേടിച്ചിട്ട് കുറേ നേരത്തിന് വന്നതേ ഇല്ല കേട്ടോ. ഞങ്ങൾ വിളിച്ചിട്ടൊന്നും അവൾ വരണേ ഉണ്ടായിരുന്നില്ല കേട്ടോ പേടിച്ചിട്ട്. പിന്നെ കുറേ നേരം കഴിഞ്ഞ് JCB നമ്മുടെ ഉമ്മറത്തുനിന്ന് കുറച്ച് നീങ്ങി അങ്ങോട്ട് പോയപ്പോഴാണ് കേട്ടോ അവൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടി പറ്റി കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ അടുപ്പും തിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അവിടേക്ക് ഒന്ന് തുടച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വാഷ് ബേസിനൊന്നും ഇനിയും ശരിയായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. ഇതിൽ വലിയ പാത്രങ്ങൾ കഴുകിയെടുക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ കുറച്ചുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം താഴൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ചെടി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചെടി കൊണ്ടുവന്നതും എന്തൊക്കെ ചെടിയാണെന്നുള്ളതും ചെടി എങ്ങനെയാണ് നമ്മൾ വെച്ചത് എന്നതും ഒക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾക്ക് പറ്റിയ പോലെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇന്നലെ എടുത്തതായിരുന്നു, പക്ഷേ ഇന്നാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ പൂമയാണ് കേട്ടോ. ഇതിന് ഭയങ്കര ഇഷ്ടമാണ് ചെടിയും പൂവൊക്കെ. ചെടിയുടെ മുകളിൽ ഇങ്ങനെ കയറി നിന്ന് നോക്കുക, പൂ വന്ന് തൊട്ട് നോക്കുക, ഇതെല്ലാം ചെയ്യട്ടോ ഈ പൂച്ചക്കുട്ടി. അപ്പോൾ അവളോട് നിൽക്കണേണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൂക്കളെല്ലാം കൊണ്ടുവന്നിട്ട് ഓരോ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം നമ്മൾ ചട്ടി മാറ്റിയെടുക്കണം. അപ്പോൾ ഞാനതെല്ലാം ആദ്യം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ 3 വലിയ ചട്ടിയും കുറച്ച് വളവും ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 4 ചട്ടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പോലെ നമ്മൾ പാലക്കാട് എന്തിനോ പോയപ്പോൾ ഒരു 7 ചട്ടി വാങ്ങിയിട്ട് വന്നാണ് കേട്ടോ. ഒരു കൊല്ലമായി ചെടി ഇന്ന് വരെ നമുക്ക് വെക്കാനായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ചെടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് വെക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓട്ട കുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കല്ല് നമ്മുടെ അശ്വിനും അക്ഷയും കൂടെ പെറുക്കണം കേട്ടോ. നമ്മുടെ അവിടെ നല്ല മണ്ണൊന്നും അല്ല കേട്ടോ, എന്നാലും നമുക്ക് ഉപയോഗിക്കാം. വേറെ ഇപ്പോൾ മണ്ണിന് നമ്മളിപ്പോൾ എവിടെ പോകുക. അതുകൊണ്ട് ഈ സൈഡ് നമ്മൾ ഈ ഭാഗം ഒന്ന് കുഴിച്ചെടുക്കുന്ന സമയത്ത് മണ്ണ് ആ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വെട്ടിയെടുക്കണം കേട്ടോ. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന നല്ല മണ്ണാണോ ചോദിച്ചാൽ നല്ല മണ്ണൊന്നും അല്ല, നമുക്കുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് നമ്മുടെ മണൽ പോലത്തെ മണ്ണ് നമ്മൾ ബാക്കിൽ വേസ്റ്റ് കുഴി തോണ്ടിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറച്ച് കൊണ്ടൊന്ന് കൊട്ടി പിന്നെ അതിലേക്ക് നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ള ഒരു പാക്കറ്റ് വളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളം ഫുള്ളായി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ കുറച്ച് ചട്ടികളൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ കുറച്ച് വളം ചേർക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചെടിയും വെക്കുമ്പോഴും കുറച്ച് ചേർക്കാറുണ്ട്.
അപ്പോൾ വളം കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിതിലേക്ക് മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചട്ടിയിലൊക്കെ ഞാൻ കല്ലൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ കല്ലിട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ മൂച്ചിയുടെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൂച്ചിയുടെ ഇല, പ്ലാവിൻ്റെ ഇല, ഏതിലയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 5-6 അത് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മണ്ണും മണലും വളവും എല്ലാം കൂടെ മിക്സ് ചെയ്തത്. പിന്നെ അതിലേക്ക് നമ്മൾ ചകിരിച്ചോറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചകിരിയാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്ന. ചകിരി നന്നായി തന്നെ പിരിച്ച് ചീന്തിയിട്ട് ചകിരി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടി ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ തട്ടിയെടുക്കുക, ഇല്ല പേർത്തിയെടുത്ത ചെടി മാത്രമായിട്ട് വരുമല്ലോ. അപ്പോൾ മണ്ണൂടെ നമുക്ക് വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ 4 സൈഡും ഒന്ന് തട്ടിയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ചെടി എന്താ പറയുക ചട്ടിയിൽ നിന്ന് വേറെ വിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ നടുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി കൂടെ മണ്ണ് എല്ലാ സൈഡും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മണ്ണൊക്കെ എല്ലാ സൈഡും ഇട്ടിട്ട് നമ്മൾ ആദ്യത്തെ നമ്മുടെ ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനി അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഇതുപോലെ ചട്ടിയിലാക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് റെഡ് ഉണ്ട്, കുറച്ച് ഡാലിയ ഉണ്ട്, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇതുപോലെ മണ്ണെല്ലാം നിറച്ച് റെഡിയായത് നമ്മൾ ആ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ചെടിയും മാറ്റി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെടി വാങ്ങാൻ പോയില്ലേ, അവിടുത്തെ ചേച്ചി നേരെ കാണിച്ചില്ല അല്ലേ, ഇനി അടുത്ത പ്രാവശ്യം വാങ്ങാൻ പോകുമ്പോൾ നേരെ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ ചേച്ചി നല്ല സ്വഭാവം കേട്ടോ. നമുക്ക് ചെടി എടുത്തു തരാനും വെക്കാനും എല്ലാത്തിനും നല്ല സ്വഭാവമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ വർത്തമാനം കേട്ടാൽ തന്നെ നമുക്ക് ചെടി ഒന്നുകൂടെ വാങ്ങാൻ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെടിയെല്ലാം നിറച്ച് മാറ്റിയതിന് ശേഷം ബാക്കി കുറച്ച് മണ്ണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനൊരു കവറിലാക്കി മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കവർ ചേന്തി എടുത്തതും നമ്മുടെ കുഞ്ഞു ചട്ടിയൊക്കെ ഒന്ന് അടുക്കിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മണ്ണൊക്കെ ഒന്ന് അടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെ പൊടി മണ്ണുണ്ടായിരുന്നില്ലേ. അതിന് ശേഷം നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് നമ്മുടെ ചട്ടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളിപ്പോൾ കുറേശ്ശായിട്ട് ചെടികൾ വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ നന്നായി തന്നെ പിടിച്ച് വളർന്ന് പൂത്ത് വരണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ടൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അത് നല്ലപോലെ വരണമെന്ന് നമ്മൾ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ചെടിയും കൊണ്ട് ഓരോ ഭാഗത്ത് സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ചെടികളൊക്കെ പഴയതുണ്ടായിരുന്നു കേട്ടോ. അതുമൊക്കെ ചിലതൊക്കെ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ചട്ടിയിൽ ചെറിയ പൂക്കളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇനി ഇതെല്ലാം ഒന്ന് പിടിച്ച് നമുക്കൊന്ന് ഉഷാറാവണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, മണ്ണും പൊടിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതെല്ലാം വേഗം ഒന്ന് അടിച്ചെടുത്ത് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അശ്വിൻ്റെ സൈക്കിൾ ഷോട്ട്. അപ്പോൾ ഇത് അക്ഷയ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. ആദ്യത്തെ നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ ഫുള്ളായി നിറയെ നനച്ച് കൊടുക്കണം, എന്നാലല്ലേ നമ്മുടെ മണ്ണൊക്കെ നന്നായി കുതിർന്ന് വരുള്ളൂ. അങ്ങനെ നമ്മളെല്ലാ ചെടിയും നല്ലപോലെ തന്നെ ആദ്യത്തെ ട്രിപ്പായതുകൊണ്ട് നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെ ചെടികൾ വാങ്ങിയെന്ന് കണ്ടാലോ. അപ്പോൾ ഇത് നമ്മുടെ നിത്യകല്യാണി കേട്ടോ. ഇതിൻ്റെ പല വെറൈറ്റിയാണ് കേട്ടോ. നിങ്ങൾ കയറി പോകുമ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്ന ഇത് പിന്നെ കുഞ്ഞ് റെഡ് കേട്ടോ. ഇത് ആ ചേച്ചി നമ്മൾ ഇത്രയും ചെടി വാങ്ങിയത് കൊണ്ട് നമുക്ക് ഫ്രീ ആയി തന്നാണ് കേട്ടോ. പിന്നെ അടുത്ത കളറാണ് കേട്ടോ നിത്യകല്യാണി, വേറൊരു കളർ. അങ്ങനെ നമ്മൾ 2 നിത്യകല്യാണി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞു പൂവിനെ അറിയാമല്ലോ, നമ്മൾ അന്ന് വാങ്ങിയ പൂവാണ് കേട്ടോ. പിന്നെ ഇതൊരു കുഞ്ഞു ചെടിയാണ് കേട്ടോ. ഇത് നല്ല രസമുള്ള പൂവാണ്. പിന്നെ ഇത് നമ്മുടെ ഡാലിയ കേട്ടോ. അപ്പോൾ ഡാലിയ നല്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഇത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചെടിയാണ് കേട്ടോ. അത് പൂ വരുമെന്ന് പറയുന്നുണ്ട്, അറിയില്ല. പിന്നെ നമ്മുടെ വേറെ കളറ് ഡാലിയ കേട്ടോ. അത് പൂ നല്ല വലുപ്പമായ കൊണ്ട് താണിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ തല. പിന്നെ അടുത്തത് ഇത് നമ്മൾ കോയമ്പത്തൂർ വാങ്ങിയാണ് കേട്ടോ. ഈ 3 ഡാലിയും ഒരു റെഡും നമ്മൾ തലേ ദിവസം വൈകുന്നേരം പോയി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്താ പറ്റിയ പറഞ്ഞാൽ 2 ഡാലിയും ഒരേ കളറായി കേട്ടോ ഏകദേശം. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റി നമുക്ക്. പിന്നെ നമ്മുടെ റോസ്, പിന്നെ നമ്മുടെ റെഡ്,
ഇതൊക്കെ ഊട്ടി റെഡാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെഡിൻ്റെ നമ്മൾ 3 എണ്ണമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 ഡാലിക അങ്ങനെ കുഞ്ഞു 3-4 ചെടികളൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നന്നായി വരുമോ എന്തോ തമ്പുരാൻ അറിയാം. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ വെച്ചിട്ടുണ്ട്, നന്നായി തന്നെ വരട്ടെ എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നേരത്തെയുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പാഞ്ചിൻ്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ ചെടികളും. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ ഉച്ചയ്ക്ക് 12:15 വരാം കേട്ടോ.